Good morning. Okay, Manita, Sara, okay, good morning. കുറച്ച് സ്റ്റൈലേ കണ്ടിട്ട്. ഓക്കെ, ഞാൻ കരുതി ഇന്ന് കുറച്ചധികം ആളുകൾ കയറുന്നു വിചാരിച്ചു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഇന്നത്തോടുകൂടി നമ്മുടെ ക്ലാസ് തീരെയാണ്. ഓക്കെ, ഷബന, ഗുഡ് മോർണിംഗ്. മൺഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ശിവകുട്ടൻ, ഓക്കെ, ഗുഡ് മോർണിംഗ്. മൺഡേ നിങ്ങൾക്ക് എക്സാം ആണ്, ടേം 2-ന്റെ എക്സാം ആണ് അല്ലെ? ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ എക്സാം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നൊരു റിവിഷൻ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇനി ഞാന് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ മൊത്തത്തിൽ നോക്കാം. എനിക്കൊന്നു ടാലന്റ് മാനേജ്മെന്റും ഗ്രീവൻസ് അല്ലെ, ആ ഒരു ചാപ്റ്റർ നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് 4ാമത്തെ ചാപ്റ്റർ ആണ്. പിന്നെ ഗ്രീവൻസ് മാനേജ്മെന്റ് 6ാമത്തെ ചാപ്റ്റർ ആണ്. ഈ 2 ചാപ്റ്ററിന്റെ റിവിഷൻസ് നമ്മള് കുറെ ക്ലാസ്സുകളിലൊക്കെ തന്നതാണ്, ഓൾറെഡി നമ്മൾ തന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ ഇതിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മള് ഫസ്റ്റ് ടേം എന്തായാലും ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാം വരുമല്ലോ. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ റാൻഡം ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കാം. Why is training considered a continuous or never-ending process? Why is training considered a continuous or never-ending process? എന്തുകൊണ്ടാണ് ട്രെയിനിങ് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു നെവർ എൻഡിങ് പ്രോസസ് ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട് ടെക്സ്റ്റിനകത്ത് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, because it is only for newly recruited employees. Option B, because it refreshes old workers on new methods and increases the skills of new employees. Option C, because it is a one-step process. And option D, because it is an informal activity. Idana correct answer vidya. Option D ആണ്. Okay, because it refreshes old workers on new methods. ശരിയല്ലേ? നമ്മൾ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് അല്ലെ. നമ്മളൊരു ട്രെയിനിങ് കൊടുക്കാന്ന് പറയുമ്പോ പുതിയ ആളുകൾക്ക് മാത്രമല്ല നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ, നിലവിലുള്ള ജീവനക്കാർക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം പുതിയ പുതിയ ടെക്നോളജിയും അഡ്വാൻസ്മെന്റുകളൊക്കെ വരുമ്പോൾ അതുമായിട്ടും അവർക്ക് അറിവ് ലഭിക്കണം അല്ലെ. ഇപ്പൊ നേരത്തെ ജോലിക്ക് കയറിയിട്ടുള്ള ആളുകളാണ്, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനെ പറ്റിയും അവർ പഠിക്കേണ്ടതായിട്ട് വരും. അതിനും നമുക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. നിലവിലുള്ള ജീവനക്കാർക്കും പുതുതായി നിയമിക്കപ്പെട്ട ജീവനക്കാർക്കും ഒക്കെ കൊടുക്കുന്നതാണ് എന്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിസ്റ്റഡ് as a significant reason for the importance of training? അതിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്, സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറെ പോയിന്റുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിസ്റ്റഡ് ആസ് എ സിഗ്നിഫിക്കന്റ് റീസൺ ഫോർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ടു ഡിക്രീസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഓപ്ഷൻ ബി, to respond to technological changes affecting job requirements. Option C, to avoid career development for employees. Option D, to reduce the need for recruitment. ഏതായിരിക്കും ആൻസർ വരിക? ഓക്കെ, കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഇതാണ് to respond to the technological changes affecting the job requirements. Okay, clear. What is the first step in a training process? What is the first step of a training process? നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിന്റെ ഏതാനും ചില സ്റ്റെപ്പുകളൊക്കെ പഠിച്ചില്ലേ? അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഒട്ടുമിക്കതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും?
ഞാൻ ഓപ്ഷൻ തരുന്നില്ല. വേണോ? ഓപ്ഷൻ വേണോ? ഓപ്ഷൻ എ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ ബി ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ഷബന സാറ് കറക്റ്റ് ആണ്. നീഡ്സ് അസസ്മെന്റ് അല്ലെ? നീഡ്സ് അസസ്മെന്റ് ആണ് എന്ത് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് പ്രോസസ്സിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അയ്യോ സിറ്റി ട്രാവൽസ് പേരിന് മറന്നല്ലോ. എന്തായിരുന്നു പേര്? മറന്നുപോയി. സ്വീറ്റി ഗൈസ്. സ്വീറ്റി. എന്റെ മനസ്സിൽ റോസിന്നൊക്കെയാണ് മനസ്സിൽ പേര് വരുന്നത്. സ്വീറ്റി. അടുത്തത് അടുത്ത ചോദ്യം ഇതാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ ആൾസോ നോൺ ആസ്. ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ട്രെയിനിങ് പഠിക്കുന്നില്ലേ? ഓൺ ദ ജോബ് ഉണ്ട്, ഓഫ് ദ ജോബ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഒരുപാടെണ്ണം പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ ആൾസോ നോൺ ആസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓൺ ദ ജോബ് ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, ബി ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, സി റോൾ പ്ലേയിങ്, ഡി ലെക്ചർ മെത്തേഡ്. ഏതാണ്? ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. സ്വീറ്റ് കറക്റ്റ് ആണ്. ശബന കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെ? എന്താണ് അറിയപ്പെടുന്നത്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A training method involving realistic behavior in an imaginary situation used for developing interpersonal skills is called. Option A lecture method, B vestibule training, C role playing, D programmed instructions. ഇതാണ് സി. ഓക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ്. റോൾ പ്ലേയിങ് ആണ് അല്ലെ? റോൾ പ്ലേയിങ്ങിൽ അങ്ങനെയല്ലേ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള സിറ്റുവേഷന് നമ്മൾ എന്ത് ചെയ്യാണ്? റോൾ പ്ലേ ചെയ്ത് നോക്കുകയാണ് അല്ലെ? അവിടത്തെയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ ഇവിടെ റോൾ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നതാണ് എന്ത് റോൾ പ്ലേയിങ് അല്ലെ എന്ന് പറയുന്നത്. സോ അതാണ് നമ്മുടെ റിയലിസ്റ്റിക് ബിഹേവിയറിനെ നമ്മളൊരു ഇമാജിനറി സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. When a group of trainees is asked to solve an actual organizational problem together, this is known as എന്താണ് അത് അറിയപ്പെടുന്നത്? When a group of trainees is asked to solve an actual organizational problem together, ഒരു ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങള് ഒരു കൂട്ടം ട്രെയിനീസിന് ഒരുമിച്ച് സോൾവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുകയാണ്. അതായത് അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവരോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതറിയപ്പെടുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ കോച്ചിങ് എന്നാണോ, ബി ജോബ് റൊട്ടേഷൻ, സി കമ്മിറ്റി അസൈൻമെന്റ്, ഡി ജോബ് ഇൻസ്ട്രക്ഷൻ. ഇതാണ് വരിക. സി ആണ്, കമ്മിറ്റി അസൈൻമെന്റ് ആണ് അല്ലെ? അതെ. കോച്ചിങ് ആണോ? അല്ല. കോച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു സൂപ്പർവൈസറി റോൾ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അദ്ദേഹം അവരുടെ കീഴിലുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുകയാണ്? നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ജോബ് റൊട്ടേഷൻ ആണോ? അല്ല. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് എന്താണ്? എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്. നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ ആണോ? അല്ല. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ. അതാണോ? അല്ല. പിന്നെ എന്താ? കമ്മിറ്റി അസൈൻമെന്റ് ആണ്. ഞാൻ പറഞ്ഞു കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുന്ന ആലോചിച്ചാൽ മതി. അവിടെ എന്താണ്? ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അത് അവർക്ക് ഇട്ടുകൊടുക്കണം. ഒരു ടീമോ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവരോട് ഒരുമിച്ചിരുന്നു കൊണ്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണ് അല്ലെ? അതെന്താണ്? കമ്മിറ്റി അസൈൻമെന്റ് ആണ്. ഓക്കെ, അടുത്തത്. Which of the job method recreates actual work conditions in a classroom setting? ആ ക്ലാസ് റൂം സെറ്റിംഗ് എന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ എ റോൾ പ്ലേയിങ്, ബി വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, സി ലെക്ചർ മെത്തേഡ്, ഡി കോൺഫറൻസ്. ഇതാണ് ഉത്തരം. വെസ്റ്റിബ്യൂൾ. ഇതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു റൂം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. അവിടെയാണ് നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു ആക്ച്വൽ ജോബ് സിറ്റുവേഷനെ നമ്മളൊരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാണ്? റീക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? ഓക്കെ, അതാണ്. അത് ഒരു ഓഫ് ദ ജോബ് മെത്തേഡ് ആണ്. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which process focuses on the overall growth and improvement of an
employee skills for the long term. എന്താണ്? Which processor focuses on the overall growth and improvement of an employee skill for the long term. ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ ഒരു എംപ്ലോയിയുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്ന അതിൽ ഫോക്കസ് ചെയ്യുന്ന ആ പ്രോസസ് എന്താണ്? ഓപ്ഷൻ എ ട്രെയിനിങ് ആണോ, ബി റിക്രൂട്ട്മെന്റ്, സി ഡെവലപ്മെന്റ്, ഡി അപ്രൈസൽ. ഉത്തരം എന്താണ്? ഓക്കെ ശബന, കറക്റ്റ് ആണ്, ഡെവലപ്മെന്റ് ആണ് അല്ലെ? ഡെവലപ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം. ട്രെയിനിങ് ഷോർട്ട് ടേം ആണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ട്രെയിനിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വ്യക്തിയുടെ വികാസത്തിന് കാരണമാകുന്നതാണ് ഡെവലപ്മെന്റ്. ആ ഡെവലപ്മെന്റിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ജോലിക്ക് മാത്രമല്ല, ഭാവിയിലും ആ ഒരു വ്യക്തിക്ക് ഏതൊരു ജോലിയിലും കയറി പറ്റാൻ പാകത്തിൽ അവരെ പര്യാപ്തമാക്കുന്നത് എന്താണ്? അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറേ കൂടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആണ്. ഓക്കെ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നു. എന്താണ് കമ്പാരിസൺ ഒക്കെ നോക്കണം കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? വാട്ട് ഈസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്? ഓപ്ഷൻ എ, എ പ്രോസസ് ടു ട്രെയിൻ ഓൺലി നോൺ മാനേജേറിയൽ എംപ്ലോയീസ്. ഓപ്ഷൻ ബി, എ വൺ ടൈം ഇവന്റ് ഫോർ ന്യൂ എക്സിക്യൂട്ടീവ്സ്. ഓപ്ഷൻ സി, എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ഇൻഡിവിജ്വൽസ് ടു മാനേജ് ഓർഗനൈസേഷൻസ് ഇഫക്റ്റീവ്ലി. ഓപ്ഷൻ ബി, എ മെത്തേഡ് ഫോർ റെഡ്യൂസിംഗ് the number of managers in a company. ഇതാണ് ഉത്തരം, സി ആണ് അല്ലെ? സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ഇൻഡിവിജ്വൽസ് ടു മാനേജ് ഓർഗനൈസേഷൻസ് ഇഫക്റ്റീവ്ലി. നമ്മുടെ ചോദ്യം എന്താ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നാണ് അല്ലെ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന് ഡെവലപ്പ് ചെയ്യുക അല്ലെ? എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിനെ തന്നെയാണ് ആ പറയുന്നത് അല്ലെ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ തന്നെ മാനേജ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ഫോർ ഇൻഡിവിജ്വൽസ് ടു മാനേജ് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്ലി. അപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം അല്ലെ? അവിടെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഗ്രോ ചെയ്ത് അല്ല അവരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാനായിട്ട്. അങ്ങനെയല്ലേ നമുക്ക് സാധിക്കുള്ളൂ. സോ ആ ഒരു പ്രോസസ് ആണ് എന്ത്? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ശരിയല്ലേ? ആ ഒരു കാര്യം നമുക്ക് എക്സാം പഠിച്ചപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാം? ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് രണ്ട് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവരിലൂടെയാണ് നമ്മുടെ സ്ഥാപനത്തിന് വികസിപ്പിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി എയിം? വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്? What is the primary aim of performance management? Performance management ന്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, to conduct annual reviews of employees only. Option B, to create an environment where people can perform to the best of their abilities. Option C, to manage the company's financial performance. Option D, to discipline employees for the poor performance. ഏതാണ് ആൻസർ വരിക? ബി ആണ് അല്ലെ? ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് വേർ പീപ്പിൾ ക്യാൻ പെർഫോം ടു ദ ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റീസ്. ഇതൊന്നും നിങ്ങൾ കാണാപ്പാടെ പഠിക്കണ്ട. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തെറ്റില്ല എന്ന് ഉറപ്പാണ്. പലപ്പോഴും ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്, ഈ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മാറിപ്പോകും, പെർഫോമൻസ് മാനേജ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എന്താ രണ്ടും ഒരുപോലെ തോന്നും നമുക്ക് അല്ലെ? മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ് എന്നൊക്കെ ഒരു സംശയം തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞു, മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? അവിടുത്തെ ഇൻഡിവിജ്വൽസിന് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് ആ ഒരു മാനേജ്മെന്റിന്റെ ആ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് മാനേജ്മെന്റ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പെർഫോമൻസ് ആണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ആരുടെ പെർഫോമൻസ്? ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ്. ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് നല്ലൊരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്, ടു ക്രിയേറ്റ് ആൻ എൻവിയോൺമെന്റ് where people can perform to the best of their ability. അവർക്ക് അവരുടെ എബിലിറ്റിയിൽ മാക്സിമം അവരുടെ ആ ഒരു ഫുൾ ഇൻപുട്ട് എടുത്ത് ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റിയിൽ അവർക്ക് എന്താണ് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമാണെങ്കിൽ എൻവിയോൺമെന്റ് ഒരുക്കി കൊടുക്കാം. അങ്ങനെ ഒരു എൻവിയോൺമെന്റ് ഒരുക്കി കൊടുക്കുന്നതിലൂടെ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ചുരുക്കി പറയാൻ അവരുടെ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കുക, മാറിപ്പോകില്ല കേട്ടോ. ഓക്കെ, അടുത്തത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ. ഈ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ആണ്. ദാറ്റ് ഹെൽപ്സ് മാനേജേഴ്സ്. അത് മാനേജേഴ്സിന് എന്തിന് സഹായിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഹയർ ന്യൂ എംപ്ലോയീസ്. പുതിയ എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കാനാണോ? അത് ഓപ്ഷൻ ബി, ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്. എംപ്ലോയിയുടെ വർക്ക് ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനാണോ സഹായിക്കുന്നത്? അതോ സെറ്റ് ദ കമ്പനി സ്റ്റോക്ക് പ്രൈസ്, കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് സെറ്റ് ചെയ്യാനാണോ സഹായിക്കുന്നത്? അതോ മാനേജ് ദ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യാനാണോ സഹായിക്കുന്നത്? ഇതാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ, അയ്യോ തെറ്റിപ്പോയല്ലോ, ഡി ആണോ? മാനേജ് ദ സപ്ലൈ ചെയിൻ ആണോ? അല്ല. ഷബന, ആൻസർ കറക്റ്റ് ആണ്, ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ കേട്ടോ. ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്, അതായത് എംപ്ലോയീസിന്റെ വർക്കുകൾ ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സഹായിക്കുന്നു അല്ലെ? കാര്യം എന്താണ്? പെർഫോമൻസ് മാനേജ്മെന്റ് കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് ഉയർത്തിക്കൊണ്ടുവരാൻ, അത് മാനേജ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്? മാനേജർമാര് അല്ലെ? മാനേജർമാരുടെ കീഴിലല്ലേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. സോ അത് മാനേജർമാരെ എങ്ങനെയാ അത് സഹായിക്കാം? ഒബ്സർവ് ആൻഡ് അനലൈസ് എംപ്ലോയീസ് വർക്ക്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന്റെ ജോലി ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമായിട്ടാണ് മാനേജറിനെ സഹായിക്കുന്നത്. ശരിയല്ലേ? ഒരു മാനേജറാണ് അവരെ ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ മാനേജർക്ക് തന്റെ എംപ്ലോയീസിന്റെ ആ ഒരു വർക്ക് ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമായിട്ടാണ് ഇത് സഹായിക്കുന്നത്, പെർഫോമൻസ് മാനേജ്മെന്റ് സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? The performance management process begins with the pitch stage. Now, the performance management process begins with the pitch stage. Option A, coaching. Option B, reviewing. Option C, action. Option D, planning. ഇതാണ് ആൻസർ വരിക. പറയൂ, ആൻസർ ഏതാ? ഓക്കെ, ഡി ആണ്, പ്ലാനിങ് ആണ് അല്ലെ? പ്ലാനിങ് ഈസ് ദ ആൻസർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? കോച്ചിങ് മീറ്റിംഗ്സ് പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്ന 4 സ്റ്റെപ്പുകൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു സ്റ്റെപ്പാണ് കോച്ചിങ്. ഓക്കെ, സോ കോച്ചിങ് മീറ്റിംഗ്സ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ. ഒരു കോച്ചിങ് മീറ്റിംഗ്സ് എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, പണിറ്റീവ് മെഷേഴ്സ് ഫോർ പുവർ പെർഫോമൻസ്. അതായത് വളരെ മോശം പെർഫോമൻസ് ചെയ്യുന്ന ആളുകളെക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കുന്ന രീതിയിലോട്ടാണോ? അതോ സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് പരിഹാരങ്ങളും കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓൺലി പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഡി, അസൈനിങ് ബ്ലെയിം ഫോർ ദ മിസ്റ്റേക്സ്. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി, സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റി. കോച്ചിങ് മീറ്റിംഗ്സ് എന്തിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്? സൊല്യൂഷൻസിനാണ് കോൺസെൻട്രേഷൻ അല്ലെ? അല്ലാണ്ട് നമ്മൾ പെർഫോമൻസ് കുറഞ്ഞ ആളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാനോ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കാനോ ആണോ നമ്മളത് ഉപയോഗിക്കേണ്ടത്? അല്ല. കോച്ചിങ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്? സൊല്യൂഷൻസ് കണ്ടെത്താനും പുതിയ പുതിയ കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ആൻസർ കേട്ടോ. Which part of the performance management process is typically backward looking to assess the previous year? Which part of the performance management
is typically backward looking to assess the previous year. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ ആ ഒരു പെർഫോമൻസ് അത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ദ മന്ത്ലി ചെക്ക്-ഇൻസ്, ഓപ്ഷൻ ബി ദ പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ, ഓപ്ഷൻ സി കോച്ചിങ് സെഷൻസ്, ഓപ്ഷൻ ഡി റീവിസിറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ വരികയെന്ന് പറയൂ. ഓപ്ഷൻ വനിത പറഞ്ഞ ആൻസർ ബി ആണ്, റീവിസിറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? സി. ഓക്കെ, കോച്ചിങ് സെഷൻസ്. ശബനയുടെ ആൻസർ സി ആണ്. പിന്നെ വേറെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദ പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ ആണ്. അതായത് പെർഫോമൻസ് റിവ്യൂ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. ചുരുക്കി പറഞ്ഞാൽ മുൻ വർഷങ്ങളിലുള്ള അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാല് പെർഫോമൻസ് അപ്രൈസൽ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുണ്ട് പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുന്നുണ്ട്. രണ്ട് കൺസെപ്റ്റ് ആണെന്ന് അറിയാലോ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻവയോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള പ്രോസസ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ആണ്. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഒന്ന് വിലയിരുത്തുന്ന പ്രോസസ്സ്, മറ്റൊന്ന് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സ്. രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ഡാഷ് വൈൽ പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഫ്ലെക്സിബിൾ ഇൻഫ്ലെക്സിബിൾ, ഓപ്ഷൻ ബി ഇൻഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ, ഓപ്ഷൻ സി എ സിസ്റ്റം എ പ്രോസസ്, ഓപ്ഷൻ ഡി റീട്രോസ്പെക്റ്റീവ് പ്രോസ്പെക്റ്റീവ്. ആ കമ്പാരിസൺ വെച്ചിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് ഓപ്ഷൻ കേട്ടാൽ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിക്കാം. ഓപ്ഷൻ ബി ആണ്, ബി അല്ലാണ്ട് ആൻസർ എ ആണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡേർഡ് ഫ്ലെക്സിബിൾ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫ്ലെക്സിബിൾ ആണ്. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ്? ഇവാലുവേഷൻ ആണ്, പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ആണ്. അത് കർശനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല, ചെയ്യണം എന്നുള്ളത് കർശനമായിട്ടുള്ളതാണ്. അത് ഇൻഫ്ലെക്സിബിൾ ആണ്. പെർഫോമൻസ് അപ്രൈസൽ ഇൻഫ്ലെക്സിബിൾ ആണ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലാവും? ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ പഠിക്കുമ്പോൾ കിട്ടില്ല. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെ. അതൊരു ഫ്ലെക്സിബിൾ ആണ്. കാര്യം നമുക്ക് അവിടുത്തെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആണത്. ഓക്കെ, അതേസമയം അപ്രൈസൽ എന്ന് പറഞ്ഞ ഇവാലുവേഷൻ ആണ്. നമ്മളൊരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് അവരവിടെ നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. സോ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ അല്ലാത്ത റിജിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് കുറെ കൂടെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊന്നും കൂടെ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ചിന്തിക്കണം, എന്നാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് തോന്നുന്നത്, മൊത്തത്തിൽ ഒരു പുക പോലെ തോന്നും. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമ്മളും കൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. ഇൻ പെർഫോമൻസ് അപ്രൈസൽ adjustments are made dash. Okay, there is
In performance management, the focus is dash. Option ഇതൊക്കെയാണ്. Option A, prospectively, retrospectively. Option B, retrospectively, prospectively. Option C, continuously, annually. Option D, annually, continuously. Answer ഏതാണെന്നറിയോ? Option B ആണ്. Retrospectively and prospectively. അതായത് in performance appraisal എന്താണെന്ന് അറിയാം. Process of evaluating an employee's performance. That is called performance appraisal. അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിട്രോസ്പെക്റ്റീവ് ആണ്, ഒരു തിരിഞ്ഞു നോട്ടമാണ്. റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബാക്ക്വേർഡ് ലുക്കിംഗ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ ആണ് അല്ലെ. അവരുടെ ആ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതൊരു തിരിഞ്ഞു നോട്ടമാണ്, ശരിക്കും റിട്രോസ്പെക്റ്റീവ് ആണ് അല്ലെ. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അതെന്തിനാ വർദ്ധിപ്പിക്കുന്നത്? ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ആ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ HR നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് പ്രോസ്പെക്റ്റീവ് അല്ലേ. പ്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ലുക്കിംഗ് ആണ്, ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. നമ്മൾ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാം, അങ്ങനെ പെർഫോമൻസിനെ മാനേജ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാര്യം മാത്രം സാറ്റിസ്ഫൈ ചെയ്യണം അല്ല, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് പ്രോസ്പെക്റ്റീവ് ആണ്. പക്ഷെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇവാലുവേഷൻ ആയതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് നടത്തുന്നതാണ് ഒരു ഇവാലുവേഷൻ. സോ അത് റിട്രോസ്പെക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ. Which training method is best suited for training a large group of trainees at once? Which training method is best suited for training a large group of trainees? Option A, coaching. B, role playing. C, lecture method. D, committee assignment. Answer പറയോ? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് ഏതാ? സി, ലെക്ചർ മെത്തേഡ് ആണ്. അതിന്റെ പ്രത്യേകത അതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. പിന്നെ ഒരു സമയം നമുക്ക് ഒരു ലാർജ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ നല്ലത് ഏതാണ്? ലെക്ചർ മെത്തേഡാണ്. പക്ഷെ എന്താണ്? അതൊരു ട്രഡീഷണൽ മെത്തേഡാണ് അല്ലെ, ഏറ്റവും പഴകിയ ഒരു മെത്തേഡാണ്. പക്ഷെ ഒരേ സമയം നമുക്ക് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിങ് കൊടുക്കും. മറ്റുള്ളത് പോലെയല്ല. മറ്റുള്ളതിന് നമുക്ക് കുറച്ച് ആളുകളെ വെച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ നമുക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്തെ ട്രെയിനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ എന്താണ് നമ്മൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്, അതിൽ വരുന്ന കുറെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കാം. പ്രത്യേകിച്ച് പെർഫോമൻസ് മാനേജ്മെന്റിനകത്താണ് സ്റ്റെപ്പുകൾ വരുന്നത്. ഓക്കെ, പ്ലാനിങ്, കോച്ചിങ്, റിവ്യൂവിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ തമ്മിലുള്ള വ്യത്യാസം ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. In the context of training process, what does deriving instructional objectives mean? അതൊരു ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തേക്കാണ്. What does deriving instructional objectives mean? Deriving instructional objectives എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നതും ഒരു ട്രെയിനിങ് പ്രോസസ്സിന്റെ കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ എ, establishing the goals for which the training is to be conducted. Option B, deciding the training materials. Option C, evaluating the effectiveness of the training. Option D, selecting the employees who will attend the training. ഇതാണ് ആൻസർ വരിക. സി ആണ് ആൻസർ. Evaluating the effectiveness of the training. ട്രെയിനിങ്ങിന്റെ ഫലപ്രാപ്തി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണോ ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ എ ആണ് കേട്ടോ. എസ്റ്റാബ്ലിഷിംഗ് ദ ഗോൾസ്
for which the training is to be conducted. അതായത് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യേണ്ട നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ലക്ഷ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ലക്ഷ്യങ്ങള് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏത് മേഖലയിൽ ട്രെയിനിങ് കൊടുക്കണമെന്ന് നിശ്ചയിക്കുക. അതാണ് എന്ത് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഡിറൈവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആദ്യം നമ്മൾ മനസ്സിലാക്കാം, എന്നിട്ട് അത് നേടിയെടുക്കാൻ ഏത് മേഖലയിൽ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഓക്കെ. The final approval in the planning stage of performance. The final approval in the planning stage of performance management involves an agreement between ആർക്കിടയിലുള്ള agreement ആണ് അപ്രൂവ് ആവുന്നത്. ഓപ്ഷൻ എ എംപ്ലോയി ആൻഡ് HR ഡിപ്പാർട്ട്മെന്റ് ആണോ, ഓപ്ഷൻ ബി മാനേജ്മെന്റ് ആൻഡ് HR ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്, ഓപ്ഷൻ ഡി എംപ്ലോയി ആൻഡ് their peers. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി. ഓക്കെ, കറക്റ്റ് ആണ്, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. What does the M in the SMART, 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 okay, that SMART goals format stands for? SMART എന്ന് പറയുന്ന നമ്മളൊരു ഫോർമാറ്റ് പഠിക്കുന്നത് M എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മാനേജീരിയൽ, ഓപ്ഷൻ ബി മെഷറബിൾ, ഓപ്ഷൻ സി മോട്ടിവേറ്റീവ്, ഓപ്ഷൻ ഡി മീനിങ്ഫുൾ. ഏതാണ് ആൻസർ വരിക? ബി ആണ്. ഓക്കെ, മെഷറബിൾ ആണ് ആൻസർ. Development is a process of learning and dash. Option A instruction, B growth, C testing, D rotation. ഇതാണ് ആൻസർ വരിക? ബി. ഓക്കെ, കറക്റ്റ് ആണ്, ഗ്രോത്ത് അല്ലെ, ബി ആണ് ആൻസർ വരിക കേട്ടോ. The success of a performance management program, the success of a performance management program requires active involvement from option A only the managers, B only the HR department, C only the employees, D both the managers and the employees. ഇതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി അല്ലെ, ബോത്ത് മാനേജേഴ്സ്. രണ്ടു കൂട്ടരും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്. മാനേജേഴ്സും എംപ്ലോയീസും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം സക്സസ് ആവുള്ളൂ. പെർഫോമൻസ് മാനേജ്മെന്റ് അറിയാലോ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അതിൽ എംപ്ലോയീസ് മാത്രം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് കാര്യമുണ്ടോ? പിന്നെ മാനേജർമാരും ഇൻവോൾവഡ് ആണ്. രണ്ടു കൂട്ടരുടെയും ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റിലൂടെ മാത്രമേ നമുക്ക് പെർഫോമൻസ് മാനേജ്മെന്റിനെ സക്സസ് ആക്കി മാറ്റാൻ സാധിക്കുള്ളൂ. ഓക്കെ. Performance management is considered a dash tool for an organization. It's a dash tool for an organization. Option A operational, B tactical, C strategic, D financial. ഇതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി അല്ലെ, സ്ട്രാറ്റജിക് ആണ് അല്ലെ. അത് തന്ത്രപരമായിട്ടുള്ള ഒരു ടൂളാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ചോദ്യം, who is responsible for performance management in an organization? ഒരു ഓർഗനൈസേഷനിലെ പെർഫോമൻസ് മാനേജ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ഓൺലി ദ HR ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ബി ഓൺലി ദ CEO, C managers, D only the employees themselves. ഇതായിരിക്കും ആൻസർ വരിക? Who is responsible for performance? Okay, very good, correct ആണ് ഓപ്ഷൻ സി അല്ലെ. മാനേജേഴ്സ് ആണ് ഇതിന് മാനേജർമാർ അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഓക്കെ. What is the main drawback mentioned for the programmed instructions training method? Programmed instruction എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ് ഫോർ ലേണിംഗ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ടു സിമ്പിൾ, ഓപ്ഷൻ സി ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്,
Option D, it is only suitable for small groups. ഇതാണ് ആൻസർ. ഓക്കെ, ശബ്ദന കറക്റ്റ് ആണ്, സി ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്. പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ട്രെയിനിങ് പ്രിപ്പയേഴ്സ് ആൻ എംപ്ലോയി ഫോർ ദയർ ഡാഷ് ജോബ്. ഓക്കെ, while development prepares them for dash job. Option A, future present. Option B, present future. Option C, past present. Option D, entry level on. ഏതാണ്? B ആണ് അല്ലെ. പ്രസന്റ് ഫ്യൂച്ചർ. ശരിയല്ലേ? ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള പ്രസന്റ് ജോബിന് എന്താണ് പ്രിപ്പയർ ചെയ്യിക്കലാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ജോബുകളിലേക്ക് അവർ പ്രിപ്പയർ ചെയ്യിക്കലാണ് ഡെവലപ്മെന്റ് അല്ലെ. ഓക്കെ, റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമുക്ക് റാൻഡമായിട്ട് നോക്കാം നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. The legal sanctity of a grievance procedure means it must comply with the legal sanctity of a grievance procedure means it must comply with option A, the CEO's personal preferences. Option B, existing legislation. Option C, informal employee request. Option D, the company's marketing plan. Answer പറയണമോ? ഇതാണ് ആൻസർ വരിക. The legal sanctity of a grievance procedure means it must comply with. ഏത് ചാപ്റ്ററിനാ? ഗ്രീവൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ നമ്മൾ ഗ്രീവൻസ് പഠിക്കുമ്പോൾ അതിൽ ലീഗൽ സാൻക്ടിറ്റിനെ പറ്റി പറയുന്നുണ്ട്. നിയമപരമായിട്ടുള്ള ശുചിത്വം അല്ലെ, നിയമപരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു എന്താണ് പവിത്രത എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതെന്താണ് അർത്ഥമാക്കുന്നത്? ഒരു നിയമപരമായിട്ടുള്ള പവിത്രത എന്ന് പറഞ്ഞാൽ ഗ്രീവൻസിൽ എന്താണ് അത് അർത്ഥമാക്കുന്നത്? അതിന്റെ ഓപ്ഷൻ ഇതായിരുന്നു. ഒന്ന്, സിഇഒസ് പേഴ്സണൽ പ്രിഫറൻസ്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ പ്രിഫറൻസിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതോ എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ, നിലവിലുള്ള നിയമനിർമ്മാണത്തിനെ പാലിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇൻഫോർമൽ എംപ്ലോയി റിക്വസ്റ്റ്, അതായത് അനൗപചാരികമായിട്ടുള്ള എംപ്ലോയീസിന്റെ റിക്വസ്റ്റ് പാലിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതോ കമ്പനീസ് മാർക്കറ്റിംഗ് പ്ലാൻ പാലിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഉത്തരം. ബി ആണ്. ഓക്കെ, വെരി ഗുഡ്. എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻ. ലീഗൽ തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാലോ, ലെജിസ്ലേഷൻ ആണ് കേട്ടോ. അതായത് ഒരു ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ ഒരു നിയമപരമായിട്ടുള്ള പവിത്രത എന്ന് പറഞ്ഞാൽ അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഗ്രീവൻസ് പ്രൊസീജിയറുകളെല്ലാം എന്ത് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം? എക്സിസ്റ്റിംഗ് ലെജിസ്ലേഷൻസ് പാലിച്ചിരിക്കണം. നിലവിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് വേണം. നമ്മൾ അങ്ങനെ പറയുന്നില്ല ആ ചാപ്റ്ററില്. നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടായിരിക്കണം ഗ്രീവൻസ് പ്രൊസീജിയറുകൾ നടത്തേണ്ടത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മള് ആദ്യം നമ്മള് മറ്റേ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതും വാണിംഗ് കൊടുക്കുന്നതും ഇതൊക്കെ നിയമപരമായിട്ടുള്ള ചട്ടങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ലീഗൽ സാനിറ്റൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം. The purpose of a grievance procedure is to keep a check on. The purpose of a grievance procedure is to keep a check on. Option A, employee attendance. Option B, the condition of the organization's health. Option C, the company's financial performance. Option D, the marketing department's success. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി അല്ലെ, ദ കണ്ടീഷൻ ഓഫ് ദ ഓർഗനൈസേഷൻസ് ഹെൽത്ത്. ശരിയല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഗ്രീവൻസ് പ്രൊസീജിയറിന്റെ പർപ്പസ് എന്താണ്? എംപ്ലോയി അറ്റൻഡൻസ് ചെക്ക് ചെയ്യാനാണോ? അവിടെ എത്ര എംപ്ലോയീസ് ഡെയിലി വന്നു പോകുന്നുണ്ട് ചെക്ക് ചെയ്യാനാണോ? അല്ല. കമ്പനീസ് ഫിനാൻഷ്യൽ, കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള പെർഫോമൻസ് അത് ചെക്ക് ചെയ്യാനാണോ? അല്ല. ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സക്സസ് ചെക്ക് ചെയ്യാനാണോ? അല്ല. പിന്നെ എന്താണ്? കണ്ടീഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് കണ്ടീഷൻ. ഓർഗനൈസേഷന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഓർഗനൈസേഷന്റെ കണ്ടീഷൻ എന്താണ് അതിനകത്ത് എല്ലാം പെടുന്നുണ്ട് അല്ലെ. ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീവൻസ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നത്
ചെയ്യുന്നത്. അതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, അടുത്തത് according to section 9C of the Industrial Dispute Act, the total number of members of a grievance redressal committee shall not exceed. ചോദ്യം ശ്രദ്ധിക്കുക. According to section 9C of the Industrial Dispute Act, the total number of members of a grievance redressal committee shall not exceed. എന്താണ്? 6. വെരി കറക്റ്റ് ആണ്. 6 അതൊക്കെ പഠിക്കുന്നുണ്ട്. സെക്ഷൻ 9C ഒക്കെ നോക്കുന്നുണ്ട്. അതൊരു ഒറ്റ ചാപ്റ്റർ ആയിട്ട് ഒരു പേപ്പർ ആണ് കേട്ടോ. ഗ്രീവൻസ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ആയിട്ട് ഒറ്റ പേപ്പർ ആയിട്ടാണ്, പേപ്പർ 4 കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ നിങ്ങളത്. എന്റെ പിള്ളേര് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് പഠിക്കാൻ വന്നത് കേട്ടോ. Principle of red hot stove rule. Red hot stove rule that is put forward by ആരാണ്? red hot stove rule in ആശാൻ ആരാണ്? ഡഗ്ലസ് മാക്ഗ്രിഗർ. മറന്നുപോയോ? റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ ആരാണ് മുന്നോട്ട് വെച്ചത്? ഡഗ്ലസ് മാക്ഗ്രിഗർ കേട്ടോ. ആരാണ്? ഡഗ്ലസ് മാക്ഗ്രിഗർ ആണ്. ഓക്കെ, Section 32 of the Factories Act deals with the maintenance and safety of dash. Section 32 of the Factories Act deals with the maintenance and safety of dash. Option A, revolving machinery. Option B, pressure plants. C, floors, tire and wings of axles. D, lift and hoist. Idana answer variya? C. Okay, very good. Correct ആണ്. Floors, tires and wings of axles. Okay. According to the Factories Act, where more than 250 workers are employed, the factory must provide option A, cooling of drinking water. Option B, a library. Option C, a company car for each employee. Option D, free housing. Idana answer variya? Canteen ആണ്. Canteen ആണോ answer? Cooling of drinking water. ഇതാണ് ആൻസർ. കൂളിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അതൊക്കെ അത് വായിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. Which of the following is not a step in the talent management process model? Which of the following is not a step in the talent management process model? Talent management life cycle നമ്മൾ പഠിക്കുന്നുണ്ട്, ടാലന്റ് മാനേജ്മെന്റ് മോഡലും പഠിക്കുന്നുണ്ട്. രണ്ടും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുമ്പോൾ മോഡൽ എന്ന് പറയുമ്പോൾ മോഡലിൽ പഠിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. സൈക്കിള് പറയുമ്പോൾ ലൈഫ് സൈക്കിള് അതിന്റെ പഠിച്ച കാര്യങ്ങൾ കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ which of the following is not a step in the talent management process model? Option A, planning. B, developing. C, marketing. D, retaining. ഇതിൽ വരാത്ത സ്റ്റെപ്പ് ഏതാണെന്ന് പറയാമോ? C. ഓക്കെ, കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ്, മാർക്കറ്റിംഗ്. ബാക്കി എല്ലാ സ്റ്റെപ്പും അതിനകത്ത് വരുന്നതാണ് അല്ലെ. പ്ലാനിങ്, റീറ്റെയിനിങ്, ഡെവലപ്പിംഗ് ഒക്കെ അതിന്റെ ഭാഗമാണ്. An organization's performance appraisal system. An organization's performance appraisal system is an dash factor that influences
compensation. Option A external, B internal, C societal, D economic. ഇതാണ് ആൻസർ വരിക. ഏത് ഫാക്ടർ ആണ്? ഇന്റേണൽ ഫാക്ടർ ആണോ എക്സ്റ്റേണൽ ഫാക്ടർ ആണോ? an organizations B ഇന്റേണൽ ആണ് അല്ലെ, ശരിയല്ലേ? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അപ്രൈസൽ, ഒരു സ്ഥാപനത്തിനുള്ളിൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ സംവിധാനം, പെർഫോമൻസ് അപ്രൈസൽ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടപ്പിലാക്കുന്ന സംവിധാനം ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ഇന്റേണൽ അല്ലേ, സ്ഥാപനത്തിനുള്ളിൽ നടത്തുന്നതല്ലേ, സ്ഥാപനം അത് നടത്തുന്നതല്ലേ, അത് ഇന്റേണൽ അല്ലേ. എന്നിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ നടത്തുന്നതാണോ? അല്ല. ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അപ്രൈസൽ സംവിധാനം എന്ന് പറയാൻ അത് ആ സ്ഥാപനത്തിന്റെ പോളിസിയുടെ ഭാഗമാണ്. അതൊരു ഇന്റേണൽ ഫാക്ടർ ആണ്. ഓക്കെ, സോ ഇന്റേണൽ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. The term remuneration management is another name for. The term remuneration management is another name for. നമ്മൾ ടാലന്റ് മാനേജ്മെന്റിന് ഒരു പേര് പഠിക്കുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റിന് പേരുകൾ പഠിക്കുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ the term remuneration management is another name for option A talent management, option B performance management, option C compensation management, option D recruitment management. ഇതാണ് ആൻസർ സി, കോമ്പൻസേഷൻ. റിമ്യൂണറേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? പ്രതിഫലം. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥത്തിലല്ല HRM പറയുന്നത്. അത് ശരിക്കും എന്താണ്? ഇറ്റ് ഇസ് ദ ടോട്ടൽ പാക്കേജ് ആണ് അല്ലെ. ടോട്ടൽ മീൻസ് ആ ഒരു വേജ് ഓഫർ ആണ് അല്ലെ, ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ സർവീസ് അല്ലെ. ഒരു എംപ്ലോയീസ് അവര് നൽകുന്ന സർവീസിന് നമ്മൾ പകരമായിട്ട് കൊടുക്കുന്ന ഓഫർ ആണ്. അതാണ് കോമ്പൻസേഷൻ. അതിനകത്ത് വേജ് ഉണ്ട്, സാലറി ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, ഇൻസെന്റീവ്സ് ഉണ്ട്, എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് കോമ്പൻസേഷൻ ആണ് കേട്ടോ. ഓക്കെ, അല്ലാതെ നമ്മൾ പൊതുവെ കോമ്പൻസേറ്റ് ചെയ്തു, കോമ്പൻസേഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരം കൊടുത്തു എന്ന് പറയും. ഇവിടെ കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, stock option schemes. Stock option schemes are typically considered a type of dash. Stock option schemes are typically considered a type of dash. Option A wage, option B fringe benefit, option C perquisite അഥവാ പെർക്ക്, ഓപ്ഷൻ ഡി അലവൻസ്. ഏതാണ്? പെർക്ക്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് പെർക്ക്. സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെ. സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളാണ്. ഇത് പെർക്വിസൈറ്റ്സിൽ വരുന്നതാണ്, പെർക്കിനകത്ത് വരുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞ ടോപ്പ് മാനേജ്മെന്റിന് നമ്മൾ കൊടുക്കും, ടോപ്പ് എക്സിക്യൂട്ടീവ്സിനൊക്കെ കൊടുക്കുന്നതാണ് പെർക്വിസൈറ്റ്സ്, പെർക്ക് എന്ന് പറയുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്ണർഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പ് എടുക്കാം, പാർട്ട്ണർ ആകാം, അതിന് വേണ്ടിയിട്ട് അവർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ കമ്പനി സ്റ്റോക്ക് കൊടുക്കുന്ന കമ്പനിക്ക് കമ്പനിയുടെ സ്റ്റോക്ക് ഷെയർ വേണമെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സിനെ കൂടി എടുപ്പിക്കാം, ഈ പാർട്ട്നേഴ്സിനെ ഓഫർ ചെയ്യാം. അപ്പൊ ആ പാർട്ട്ണർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ട് മാറുകയാണ്. അതെന്ന് പറയുന്നത് സാധാരണക്കാർക്കല്ല, ടോപ്പ് എക്സിക്യൂട്ടീവ്സിനൊക്കെ കൊടുക്കുന്ന ഒന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർക്വിസൈറ്റ്സ് അഥവാ പെർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചില്ലേ, പ്രത്യേകിച്ച് ഗ്രീവൻസിലൊക്കെ ഡെഫിനേഷൻസ് കുറെ ഉണ്ട് അല്ലെ. ഗ്രീവൻസിനും ഡിസിപ്ലിനും സേഫ്റ്റിക്കും
ഹെൽത്തിനും ഒക്കെ ഓരോ ഡെഫിനേഷൻസ്, ചിലതിൽ ഒരെണ്ണത്തിൽ തന്നെ ഗ്രീവൻസിൽ തന്നെ എനിക്ക് തോന്നുന്നു 4-5 ഡെഫിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഡെഫിനേഷൻസ് ഒക്കെ വായിച്ചു പോകണം കേട്ടോ, ആരുടെയാണ് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചു നോക്കി പഠിക്കണം. An important objective of collective bargaining is to. An important objective of collective bargaining is to. Option A, resolve industrial disputes. Option B, create industrial disputes. Option C, exclude workers from decision making. Option D, weaken the management worker relationship. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ അല്ലെ, റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അല്ലെ, അതായത് വ്യാവസായിക തർക്കങ്ങള് പരിഹരിക്കുക എന്നുള്ളതാണ് കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ. എത്രയേ ഉള്ളൂ, അപ്പൊ വേറെ ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. വേറെ എന്താണ്, നല്ല ബാച്ച് ആയിരുന്നു, ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാച്ച് ആയിരുന്നു. 7 6ലും ഉണ്ടായിരുന്നു, ഞാൻ 7ലും എടുക്കാൻ പറ്റി. 7ലെ കുട്ടികൾ 7ലാണ് എനിക്ക് കൂടുതൽ അവർ ഉണ്ടായിരുന്നത്. 6ൽ എനിക്ക് 1 അവറേ ഉണ്ടായിരുന്നുള്ളൂ. HRM 7ലാണ് എനിക്ക് 2 അവർ ഉണ്ടായിരുന്നത്. അപ്പൊ ബാച്ചിനെ പറ്റി പറയാൻ നല്ല ബാച്ചാണ്, നല്ല കുട്ടികളാണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കാം കേട്ടോ. പഠിക്കലും സർട്ടിഫിക്കറ്റ് നേടലും മാത്രമല്ല, അവിടെ ഒതുങ്ങുന്നതല്ല, ജോലി മേടിക്കണം. അപ്പൊ നല്ലൊരു സ്ഥലത്ത് അല്ലെ, കുഴപ്പമില്ലാത്തൊരു ജോലി നമുക്ക് ലഭിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പഠിക്കണം, പരീക്ഷയിൽ വലിയ സ്കോർ മേടിക്കുക, അത് കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളൊരു കോഴ്സ് പഠിച്ചു, നമുക്ക് നമ്മുടെ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് ജോലിക്ക് നമുക്ക് കയറാൻ പറ്റണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് HR വിഭാഗത്തിലൊക്കെ ധാരാളം അവസരങ്ങളുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഈ പഠിച്ച തിയററ്റിക്കലായിട്ട് പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മുടെ സ്കിൽ ഇരിക്കുന്നത് അല്ലെ. തിയറി നമ്മൾ കുറെ വായിച്ച കാര്യങ്ങളൊക്കെ പഠിക്കും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മള് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിലാണ് നമ്മൾ ഒരുപാട് അറിവുകൾ നേടുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ജോലിക്ക് പോവുക, ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇതിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പോവുക. പല പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും, ചിലത് അങ്ങനെയല്ല. നമ്മുടെ അറിവ് എപ്പോഴും നമുക്ക് ഒരു അസറ്റാണ് കേട്ടോ. അപ്പൊ എപ്പോഴും കാര്യങ്ങൾ അതിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ പഠിക്കരുത്. ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാം. എനിക്കിതൊരു ജോലിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം, എനിക്കത് അറിയണം, അങ്ങനെയുള്ളൊരു മനോഭാവത്തോടു കൂടി പഠിക്കണം. അപ്പോഴാണ് നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെ നമുക്കതിനെ ഇതാക്കാൻ പറ്റുള്ളൂ. അത് ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നമ്മൾ വിചാരിക്കണം ഇത് എനിക്ക് വേണം എന്ന് വിചാരിക്കും. പിന്നെ മാത്രമല്ല, പിന്നെ നിങ്ങൾക്കറിയാലോ, നമ്മള് പഠിക്കണ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻസോ കാര്യങ്ങളും, പക്ഷെ നമ്മൾ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ജീവിക്കണം, നമുക്ക് നല്ല ജോലി നേടണം അല്ലെ. എപ്പോഴാണ് നമുക്ക് ശരിക്കും, ശരിയല്ലേ? പഠിക്കുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമുക്ക് അതിന്റെ വാല്യൂ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ലൈഫിലോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള സ്ട്രഗിളുകൾ വരുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി വേണം. അതിനു വേണ്ടി നമ്മൾ പഠിക്കില്ലേ, ആ പഠിക്കുമ്പോൾ അതൊരിക്കലും വേസ്റ്റ് ആവില്ല. അത് അങ്ങനെ ചിന്തിച്ച് പഠിക്കണം. ഇത് എനിക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ വേണം, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല ജോലിയിലേക്ക് എത്തണം, എനിക്ക് ഏർണിങ്സ് വേണം, എന്റെ കുടുംബത്തെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, അങ്ങനെ ഒരു മനോഭാവത്തിൽ നിങ്ങൾ ചിന്തിച്ച് ലൈഫിൽ വിജയിക്കാൻ പഠിക്കണം. ഞാൻ എപ്പോഴും അതേ പറയുള്ളൂ കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ പഠിക്കുക, സർട്ടിഫിക്കറ്റ് നേടാത്തൊക്കെ ഒരു വശമാണ്, പക്ഷെ നമുക്ക് ലൈഫിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം.
അതിന് നമ്മൾ ശ്രമിക്കണം കേട്ടോ. നമ്മള് ഈ ഒരു ഫീൽഡ് പഠിച്ചു, നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകൾ മാക്സിമം, എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്, ആരും ചെറുതൊന്നുമല്ല കേട്ടോ. എല്ലാവരും ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊക്കെ കാണാൻ നമുക്ക് തോന്നുന്നു നമുക്കൊന്നും അറിയില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് നല്ല നോളജ് ഉണ്ട്, നമുക്ക് അറിവുണ്ട്. ആ അറിവ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതിന് എപ്പോഴും എവിടെ പോകുമ്പോഴും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് ചെയ്യും. നമ്മൾ എപ്പോഴും അറിവ് നേടുന്തോറും നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് മാറുകയാണ് കേട്ടോ. എപ്പോഴും നല്ല ഹ്യൂമൻ ബീങ് ആയിട്ടിരിക്കാൻ, നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ ഒരു ജോലി സ്ഥലത്ത് ഒരുപാട് നമ്മളെ ഹെൽപ്ഫുൾ ആണ്. നല്ല ക്യാരക്ടർ ആക്ടിവിറ്റി കേട്ടോ. ക്യാരക്ടർ ഇസ് ലോസ്റ്റ്, എവറിത്തിങ് ഇസ് ലോസ്റ്റ് എന്നുള്ളത്. നല്ല ക്യാരക്ടർ ആയിട്ടിരിക്കാം, നന്നായിട്ട് പഠിക്കാം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. മിസ് പ്രാർത്ഥിക്കാം, പഠിച്ച കുട്ടികൾക്കൊക്കെ ജോലി കിട്ടട്ടെ, നന്നായിട്ട് പോട്ടെ, മാത്രമേ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാം. ഈ ബാച്ച് മാത്രമല്ല, എല്ലാ ബാച്ചിലും നിങ്ങൾക്കൊരു ജോലി കിട്ടി, നിങ്ങൾ നന്നായി കാണാനായിട്ട് അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് പേഴ്സണലി സന്തോഷവും കേട്ടോ. അപ്പോ കോമ്പറ്റീഷൻ വരുമ്പോ വരിക, നമുക്ക് അപ്പൊ അവിടെ വെച്ച് കാണാം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ ഒരു ലൈഫിന്റെ ഒരു ചെറിയൊരു ഭാഗമാവാൻ എനിക്കും പറ്റി. അപ്പൊ അതിനും എനിക്കൊരു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ നല്ലത് വരണം, നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഒക്കെ നല്ലത് വരട്ടെ കേട്ടോ. പഠിക്കണം, ജീവിതത്തിൽ ജയിക്കണം, ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് പോവാം കേട്ടോ, മുന്നോട്ട് പോവാം. ശരി കേട്ടോ, നമുക്ക് കോൺവെക്കേഷന് കാണാം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ പറയണം. എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങളുടെ മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കുറെ പേരുടെ പേരും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയിച്ചു. കൂട്ടനൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ഞാൻ കാണാറുണ്ട്. പിന്നെ സ്വീറ്റി, സാറ, മനിത, അവരൊക്കെ നമ്മുടെ സ്ഥിര കുട്ടികളാണ്. ശബ്ദന, റംസിയ, ചിക്കുമോൾ, പിന്നെ കുറച്ചു പേരൊക്കെ ഇനി ഇല്ലാന്ന് തോന്നുന്നു. കുറെ പേരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവരെ നമുക്കറിയാം, പേര് പറഞ്ഞാൽ മതി കേട്ടോ. ശരി, ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു.